ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മഴ തോരും മുമ്പ് സീരിയലിൻ്റെ ഒരു ഫുൾ വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മുടെ അലീനയുടെയും മനുശങ്കറിനെയും ഇന്ന് വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി വിശേഷമാണ്. നമ്മൾ ഇന്നലെ പ്രൊമോ ഇട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് സീന് മാത്രം പുതുതായിട്ട് ഒന്ന് രണ്ട് സീനും കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഫുള്ളായിട്ട് തന്നെ എപ്പിസോഡ് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അധികം ഇഴഞ്ഞു പോകുന്ന അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതായത് പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യുക, പിന്നെ ചുരുക്കി പറയാണ്ട് ഒരുപാട് ഇഴച്ചു പറയണു, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായങ്ങൾ പറയണം. കാരണം നമുക്ക് പറഞ്ഞാലല്ലേ അത് തിരുത്തി നല്ല രീതിയിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെ വിശേഷത്തിലോട്ട് കിടക്കാം കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫുൾ വിശേഷമാണ് ഞാൻ പറയണത്. അങ്ങനെ നമ്മുടെ ബബിത ചായയൊക്കെ ഇട്ട് എല്ലാവരും വിളിക്കുകയാണ്. കൃഷ്ണമോള് ചെന്ന് നമ്മുടെ വൈജയന്തിയെ വിളിക്കുന്നുണ്ട്. ബബിത രോഹിത്തേട്ടാന്ന് പറഞ്ഞ് രോഹിണിയും വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് ചെന്ന് തട്ടിയിട്ട് നമ്മുടെ വൈജ ഡോറൊന്നും തുറക്കണ്ട, പിന്നെ ഒന്നും കൂടെ തട്ടിയപ്പോഴത്തേക്ക് ഡോറ് തുറന്നു. എന്താടി നീ ഇത്രയും ഇടിച്ചിങ്ങനെ തട്ടണേന്നൊക്കെ ചോദിച്ച് വൈജ ഒച്ചയെടുക്കുകയാണ്. അമ്മ ചായ കുടിക്കാനായിട്ട് വിളിച്ചതാ, ഞാൻ ഇവിടെ ഇരുന്നൊന്നും മറ്റു കുടിക്കല്ല, എനിക്ക് അവളുടെ മോന്ത കണ്ടാൽ ദേഷ്യം വരും. ആരുടെ? അലീനയുടെ. അതിന് അലീന ചേച്ചി കുളിക്കാൻ പോയിക്കാം, അമ്മ വാ എന്നും പറഞ്ഞ് കൃഷ്ണമോളും വിളിക്കാൻ കേട്ടോ. അങ്ങനെ ബബിതയും കൃഷ്ണമോളും നമ്മുടെ വൈജയന്തിയും അതുപോലെ നമ്മുടെ രോഹിത്തൊക്കെ ചേർന്ന് ചായ കുടിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അല്ല അലീന ചേച്ചി എന്തെന്ന് ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണമോള് പറഞ്ഞു, അലീന ചേച്ചി കുളിക്കാനായിട്ട് കയറിയ താളിയൊക്കെ തേച്ചുള്ള കുളിയാണ്, അപ്പോൾ വിസ്താര കുളിയാണ്, അപ്പോൾ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തി നമ്മുടെ രോഹിത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ പ്രിൻസിപ്പൾ അച്ഛനെ കാണാൻ പോയിട്ട് കാര്യങ്ങളൊന്നും ശരിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രോഹിത്ത് പറയണ, ഇല്ലമ്മ ശരിയായിട്ടില്ല, അവർ എന്നെ ഡിസ്മിസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്, പിന്നെ വേണമെങ്കിൽ ഒരു TC തരാം എന്നുള്ള രീതിയിൽ ചെറിയൊരു ഇതുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ ആ കോളേജിൽ തുടർന്ന് പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല, കാരണം അത് അവരുടെ കോളേജിനെയും മറ്റു കുട്ടികളുടെ ഡിസിപ്ലിനെയൊക്കെ ബാധിക്കുമെന്നാണ് പറയണത്. അപ്പം നമ്മുടെ വൈജയന്തി ചോദിച്ചു, ഇവിടെ വലിയ സംഭവം പോലെയാണല്ലോ നിങ്ങളുടെ അലീന അങ്ങോട്ട് വന്നത്. എടാ, ഒരു വീട്ടുവേലക്കാരി മുതലാളിയുടെ മോനെയും കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്ന് പ്രിൻസിപ്പൾ അച്ഛനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തോ പുഴുങ്ങിത്തരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോയത്. എടാ, നിലയും വിലയും മറന്ന് നീയൊക്കെ നടക്കണം എന്തിനാടാന്ന് ചോദിച്ചുകൊണ്ട് വൈജ കുറേ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞ്, അമ്മയ്ക്കറിയോ എനിക്ക് വേണ്ടിയിട്ട് കൈ കൂപ്പി കരഞ്ഞ് അലീന ചേച്ചി ആ അച്ഛനോട് സംസാരിച്ചു, പക്ഷേ അയാൾ ഒന്നും അടുക്കുന്നില്ല. പക്ഷെ വേറൊരു കാര്യം, അലീന ചേച്ചി ഒരു 4-5 കാര്യങ്ങളായ അച്ഛനോട് പറഞ്ഞു, അയാൾക്ക് കമാന്നൊരക്ഷരം മിണ്ടാൻ പറ്റിയില്ല. അപ്പോൾ കൃഷ്ണമോള് ചോദിച്ചു, അതെന്താ? ബബിതയും ചോദിക്കണം, ഒന്ന് രോഹിത്തേട്ടാ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ അലീന പറഞ്ഞ ആ കാര്യങ്ങൾ, അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ആ ഇതും പിന്നെ ആ കല്ലെറിയാൻ വന്ന കേസ്, അതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയണ്ടിട്ട് വൈജയന്തി ഉൾപ്പെടെ അതിങ്ങനെ കേട്ടിരിക്കുന്നു. കാരണം അത് ആരായാലും കേട്ടിരിക്കും ഒരു നിമിഷം. അങ്ങനത്തെ മറ്റുള്ളവർ നമുക്ക് അത് കേട്ടാൽ നമ്മുടെ മനസ്സിൽ എത്ര കാഠിന്യമുള്ള ഒരാളാണെങ്കിൽ കൂടിയും ആ മനസ്സൊന്ന് അലിഞ്ഞു പോകും. ആ രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് വൈജയന്തി കേട്ടിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ മുഖമൊക്കെ ആക്കി, എന്നിട്ട് എന്തിയേ നിനക്ക് കോളേജിൽ തുടർന്ന് പഠിക്കാനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് വൈജയന്തി ഒരു തരം കളിയാക്കൽ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാമച്ചൻ്റെ വീടാണ്. നമ്മുടെ മാമച്ചന് അവിടെ മഴയാണ്, രാത്രി സീനാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ഇടിയോടുകൂടെ മഴ, കറണ്ട് പോയിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഒരു കാറ് കയറി വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ടോണി പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് ടോണി ഭയങ്കര പെർഫോമൻസാണ്, സിഗരറ്റൊക്കെ കത്തിച്ചിരുന്നിട്ട് എന്ന് വെച്ചാൽ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് കേട്ടോ ടോണി. എന്നിട്ട് ടോണി കുറേ നേരം മാമച്ചൻ മുതലാളി എന്നൊക്കെ വിളിച്ചിട്ടും കേട്ടില്ല. അകത്തോട്ട് കയറല്ല, അവിടെ തന്നെ കിടന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ കുറച്ച് മാറി വണ്ടി ഇട്ടിട്ടാണ് ഈ മഴയത്ത് നനഞ്ഞ് നിന്ന് വിളിക്കുന്നത്. എന്നിട്ട് അവസാനം കുറച്ചും കൂടെ മദ്യം എടുത്ത് കുടിക്കുകയാണ് കാറിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹോൺ അടിക്കുകയാണ്, കാറിൻ്റെ ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ആ സമയം നമ്മുടെ രേവതിക്കുട്ടി ഒരു ലാമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ടോണിച്ചേട്ടനാണ്. അപ്പോഴേക്കും നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയൊക്കെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവരെ കണ്ടു തുടങ്ങിയത്, എടോ മാമച്ചൻ മുതലാളി തന്നെ കണ്ട് 2 വർത്താനം പറയാനാടോ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോഴും മാമച്ചൻ പറഞ്ഞു, അതെ ടോണി
കുടിച്ചുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, നീ പോയിട്ട് നാളെ എങ്ങാനും വാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോണി പറയും, ഇല്ലടോ, ഞാനിനി ഇങ്ങോട്ട് വരാനും പോണില്ല, തൻ്റെ സൽക്കാരം സ്വീകരിക്കാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ഒരു ഷൗട്ടിങ് രീതിയിൽ സംസാരിക്കുന്നത്. തൻ്റെ ആ ചത്തുപോയ മകൻ കാരണം എൻ്റെ ജീവിതം പോയടോ എന്നൊക്കെ പറയണം. അപ്പോൾ മാമച്ചൻ പറഞ്ഞ്, വാക്കുകൾ നോക്കി സംസാരിക്കണം ടോണി, നിനക്ക് ബോധമില്ല, നീ നാളെ എങ്ങാനും വാ, ഇന്ന് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് മാമച്ചൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ പറയുന്നുണ്ട്, നമുക്ക് അകത്തെങ്ങാനും കയറിപ്പോവാം. കാരണം അവരുടെ മകനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ, ഒരു അച്ഛനും അമ്മ എന്ന രീതിയിൽ അവർക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ ടോണി പറയണതിന് മിണ്ടാണ്ട് നിന്ന് മാമച്ചനും ഗ്രേസമ്മയൊക്കെ കേൾക്കുകയാണ്. അപ്പോഴാണ് ടോണി പറയണത്, എൻ്റെ ജീവിതം കളഞ്ഞു നിങ്ങളുടെ മകൻ, എൻ്റെ ഷെറിൻ്റെയും ജീവിതത്തിൽ നിങ്ങളുടെ ആ മകൻ മരിച്ചു എന്ന് പറയുന്ന മകൻ കൊടുത്ത സമ്മാനമാണ് ഞങ്ങളുടെ ജീവിതം ഈ രീതിയിലാക്കിയത്. എല്ലാ ഓർമ്മകളും ഞാൻ മറക്കാൻ ശ്രമിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ എൻ്റെ ജീവിതത്തിലോട്ടാണ് നിങ്ങൾ വീണ്ടും ഇടിച്ചു കയറി നിങ്ങളുടെ മകൻ്റെ കാമുകിയെക്കുറിച്ച് തിരക്കി വന്നതും അതിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു കേട്ടു, ആ കുഞ്ഞെവിടെയെന്നൊക്കെ തിരക്കി വന്നത്. നിങ്ങൾക്ക് ഇപ്പം സമാധാനം ആയല്ലോ, എൻ്റെ സമാധാനം കളഞ്ഞപ്പോൾ. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം എനിക്ക് പറയണം, അത് പറയാൻ വേണ്ടി മാത്രമായി ഈ ടോണി നട്ടപ്പാതിരയ്ക്ക് ഇവിടെ വന്നത്. അപ്പോൾ അവർ പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല കേട്ടോ, എന്താ പറയാനുള്ളത് എന്നുള്ള ഒരു ആകാംക്ഷയിൽ പിന്നെ മാമച്ചനും ഗ്രേസമ്മയും രേവതി കുട്ടി ഇങ്ങനെ ഉറ്റു നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ടോണി ആ സത്യങ്ങൾ പറയണത്. അതായത് നിങ്ങളുടെ മരിച്ചുപോയ മകനിൽ എൻ്റെ ഭാര്യയായിരുന്ന ഷെറിന് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചടോ, പക്ഷേ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാനത് പറയില്ല. ആ കുട്ടി ഇന്ന് ഒരു ഓർഫണേജിൽ വളരുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടെത്താൻ പോലും പറ്റൂലടോ എന്നൊക്കെ ടോണി പറയണം കേട്ടോ. ഇത് കേട്ടിട്ട് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കൊട്ട് ശ്വാസം നിലച്ചെനക്ക് നിൽക്കുകയാണ്. കാരണം കണ്ടുപിടിച്ചു, പക്ഷെ ടോണിച്ചൻ പറയില്ല. അപ്പം അങ്ങനെ ഒരു കുട്ടി നിലവിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് അതൊരു ഇതാണ്. പക്ഷേ ടോണി ആ സത്യം അറിഞ്ഞിട്ട് ടോണിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ടോണി പോയി മദ്യപിച്ച് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ സത്യം അവരറിയണം. അപ്പോൾ ടോണി പറയുന്നുണ്ട്, നിങ്ങൾ ചെന്നാൽ കൂടി നിങ്ങൾക്ക് ആ കുട്ടിയെ കിട്ടില്ല, നിങ്ങളുടെ കൈ ഒരുപാട് അകലത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടോണി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഞാൻ പോവാ, ഇനി നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടി ഞാനിവിടെ നിൽക്കുന്നില്ല, പിന്നെ ഇനി ഇതും ചോദിച്ചൊന്നും എൻ്റെ പുറകെ വരാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടോണി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ടോണിയുടെ ആ വണ്ടി എടുത്തുകൊണ്ടുള്ള പോക്കുണ്ടപ്പോൾ ഗ്രേസമ്മയ്ക്കും രേവതി കുട്ടിക്കും മാമച്ചനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇനി ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ടോണി അങ്ങറ്റം വരെ എത്തണ്ടേ, എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ന് വെച്ചാൽ മദ്യപിച്ച് പോകണല്ലേ ഈ മഴയും ഇടിയും ഉള്ള സമയത്ത്, എന്താ ചെയ്യുക? അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അതായത് രേവതി കുട്ടി അകത്ത് വന്നിട്ട് മാമച്ചൻ്റെ അടുത്തും ഗ്രേസമ്മയുടെ അടുത്തും പറയണത്, അതെ, നിങ്ങളാരും വിഷമിക്കുകയൊന്നും വേണ്ട, ഇത്രയും നമുക്ക് ദൈവമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചും കാണിച്ചും തന്നിട്ടുണ്ട്, ഇനി ആ കുഞ്ഞ് എവിടെയാണ് എന്നുള്ള സത്യവും നമ്മൾ അറിയും. മാമച്ചനാണെങ്കിലും ഗ്രേസമ്മ ആൻറ്റിയും വിഷമിക്കേണ്ടെന്ന് പറയും. നമ്മുടെ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. കാരണം അങ്ങനെ ഒരു ഇത് അറിഞ്ഞിട്ടും അറിയാൻ പറ്റിയില്ലല്ലോ തൻ്റെ മകൻ്റെ കുഞ്ഞ്, ആ ഒരു കുഞ്ഞ് എവിടെയാണെങ്കിലും അവർ എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും അവർ ആ കുഞ്ഞിനെ അവരെടുക്കും. അതിനുശേഷം അവർക്ക് എവിടെയാണെന്ന് അറിയില്ല, അതാണ് അവരുടെ സങ്കടം. അപ്പം നമ്മുടെ രേവതിക്കുട്ടി രണ്ടുപേരെ സമാധാനിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ സങ്കടപ്പെടേണ്ട, ആ സത്യം, ആ കുഞ്ഞ് എവിടെയാണെന്നുള്ള സത്യം നമ്മൾ എന്തായാലും അറിയുക തന്നെ ചെയ്യുമെന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടാണ്. നമ്മുടെ കൃഷ്ണമോള് ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഭയങ്കര ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസ് പ്രാക്ടീസാണ്. ആ സമയം നമ്മുടെ ബബിത വരെയാണ് വന്നിട്ട് പറയും, അതൊന്ന് ഓഫ് ചെയ്ത് വെക്കാവോ എന്ന് പറയും. എന്നിട്ട് കൃഷ്ണമോൾ ഇതിൽ ചെവിയിൽ നിന്ന് മാറ്റിയിട്ട് വയ്ക്കുക, എന്തേന്ന് ചോദിക്കും. അതെ, ഞാൻ ടൗണിൽ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, ഏതിനാന്ന് അറിഞ്ഞാലേ നീ വരുള്ളൂ, നീ വരുന്നുണ്ടോ? അപ്പം കൃഷ്ണമോൾ പറയും, ഓക്കെ, ഞാൻ റെഡിയെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ റെഡി ആവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രോഹിത് ചോദിക്കും, അല്ല ഇതെങ്ങോട്ട് പോവാ രണ്ടുപേരും കൂടെ എന്ന് രോഹിത് ചോദിക്കുകയാണ്. അതെ, ഒരു സർപ്രൈസ് ഉണ്ട്, അതിന് വേണ്ടി ടൗണിൽ പോകാമെന്ന് പറയും. എന്തുവാടി പറയുമെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയും, എനിക്കറിയില്ല, എൻ്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രോഹിത്തേട്ടാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ടൗണിൽ പോവാണ്. അപ്പോൾ അലീനയുടെ അടുത്ത് പറയാണ്ടാണ് രണ്ടുപേരും കൂടെ പോകുന്നത് കേട്ടോ. അങ്ങനെ അവർ ടൗണിലൊക്കെ പോയി കുറേ കഴിഞ്ഞ് ആക്റ്റീവയിലാണ് പോകുന്നത്. പോയി കുറേ കഴിഞ്ഞ് തിരിച്ച് വരുന്നുണ്ട്. തിരിച്ച് വരുമ്പോഴത്തേക്ക് കുറേ ബിഗ് ഷോപ്പ് ഡ്രസ്സൊക്കെ മേടിച്ച കുറേ കിറ്റൊക്കെയാണ് കേട്ടോ. അപ്പം രോഹിത് അവിടെ നിന്നുകൊണ്ട് ചോദിക്കും, ഒരു കട മുഴുവൻ വാങ്ങിയ മട്ടുണ്ടല്ലോ എന്ന് പറയും.
അപ്പോൾ അവർ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കട്ടെ. എന്നിട്ട് രണ്ടുപേരും വണ്ടിയൊക്കെ വെച്ചിട്ട് ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ രോഹിത്തിനെ മൈൻഡ് ചെയ്യാണ്ട് മനഃപൂർവ്വം അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുക. അവസാനം രോഹിത് മുമ്പിൽ കയറി എന്നിട്ട് ചോദിക്കുക, ഞാൻ ചോദിക്കുന്നതെന്ന് മറുപടി പറയാത്ത എന്നാന്ന് ചോദിക്കുക. അയ്യോ രോഹിത്തേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ബബിത കുറേ കളിയാക്കട്ടോ. എന്നിട്ട് പറയും, എടി ഇതെന്താ മേടിച്ചിങ്ങനെ? അതെ, വേവോളം കാക്കാമെങ്കിൽ 6 ഓളം കാക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ അലീനയുടെ റൂമിൽ ചെല്ലണം. അപ്പോൾ അലീന ഡ്രസ്സ് എന്തൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കൃഷ്ണമോളുടെ ഡോറ് ചെന്ന് ശക്തമായിട്ട് തട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുറന്നു വന്നു, അകത്തോട്ട് കയറി വന്നു. അപ്പോൾ അലീന ചോദിച്ചു, എന്ത് ഇടിയാടി ഡോറിലിട്ട് ഇടിക്കണേ? അതെ, എന്നോട് പറയാണ്ട് രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോയതാ? അതെ, അലീന ചേച്ചിയുടെ അടുത്ത് എങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പോൾ അലീന ചേച്ചിയും പറഞ്ഞോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറയാത്തതെന്ന് പറയാം. ഓ എന്തൊരു ന്യായ എന്ന് പറഞ്ഞിട്ട് അലീന കൃഷ്ണമോളുടെ ചെവിക്കിട്ട് അങ്ങോട്ട് പിടിക്കുകയാണ്. അതെ, ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാൻ പോയെന്ന് ബബിത പറയാം. എന്നിട്ട് ആ കിറ്റെല്ലാം കൊണ്ടുവന്ന് അലീനയുടെ കട്ടിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ആ സമയം അലീന ചോദിക്കും, ഇത് ആർക്ക് മേടിക്കാൻ പോയതാ? നിനക്കാണോ അതോ കൃഷ്ണമോക്കാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി, ഇഷ്ടമായോ എന്ന് നോക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന ഒരു ആദ്യം നിന്ന് ഒരു കിറ്റ് എടുത്തിട്ട് ആ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറയാം, നന്നായിട്ടുണ്ട്. ഇത് ആർക്കാന്ന് ബബിതയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ബബിത പറഞ്ഞു, എനിക്കല്ല. കൃഷ്ണമോൾ ചോദിക്കും, കൃഷ്ണമോളുടെ അടുത്ത് ചോദിക്കും, നിനക്കാണോടി? അപ്പം ബബിത പറയുന്നുണ്ട്, ഇത് ഞാൻ അലീന ചേച്ചിക്ക് വേണ്ടി മേടിച്ചതെന്ന് പറയും. അലീനയുടെ മനസ്സങ്ങോട്ട് വല്ലാണ്ട് ഷോക്കായി പോവാണ്. കാരണം ബബിത പോയി അതായത് ഒരു സമയത്ത് അലീനയുടെ കുറേ ഡ്രസ്സൊക്കെ നമ്മുടെ ബബിത കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു കുറ്റബോധം കൊണ്ടാകണം. പിന്നെ അലീനയ്ക്ക് നല്ല ഡ്രസ്സുകളൊക്കെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെന്നിട്ട് നേരെ ബബിത പോയി അവരുടെ ഷോപ്പിൽ നിന്ന് തന്നെ, ടെക്സ്റ്റൈൽസിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ എന്താണ് അലീനയ്ക്കൊക്കെ ഭാഗമായിട്ടുള്ള പോലത്തെ ചുരിദാറുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അലീനയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാണ്. കാരണം അവൾ മേടിച്ചുകൊണ്ടുവന്ന്, കാരണം അലീന പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ് ബബിതയുടെ ഭാഗത്ത് നിന്നും കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അലീനയുടെ ആ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്ന സീനും കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏകദേശത്തെ ഒരു സീൻ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ 1-2 സീൻ ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യങ്ങളും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി നാളെ വരുന്ന മഴത്തോട് മുമ്പേ സീരിയലിൻ്റെ പ്രൊമോയായിട്ട് രാത്രി ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ സ്കിപ്പ് അടിക്കാണ്ട് ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പുതുതായിട്ട് വരുന്നൊരു സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മഴത്തോടും മുമ്പേ സീരിയലിൻ്റെ ഫുൾ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.